കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ ചുറ്റുമതിൽ ഇടിച്ചു തകർത്തതായി പരാതി. കൊല്ലം അഞ്ചൽ പഞ്ചേരി മല്ലശ്ശേരിയിൽ താമസിക്കുന്ന സുധാകുമാരിയുടെ വീടിന്റെ ചുറ്റുമതിലാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു തകർത്തത്. സംഭവം നടക്കുമ്പോൾ സുധാകുമാരിയുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ഇത് ആൾ താമസമില്ലാത്ത വീടായിരുന്നു. ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു 1:30 മണിയാകുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. അങ്ങനെ കയറി വന്നപ്പോൾ ഉണ്ട് ഈ വണ്ടി മതിലിടിച്ച് തകർത്ത്. അപ്പോൾ ചെറുക്കന്മാർ 4-5 വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴും വണ്ടി പോകത്തില്ലായിരുന്നു. പിന്നെ റിക്കവറി വാഹനം അവർ നിലമേലെന്ന് എടുത്ത വണ്ടിക്ക് നമ്പറൊന്നും കിട്ടിയിട്ടില്ല. നിലമേന്ന് അവർ വന്നു, റിക്കവറി വാഹനം വന്ന് അത് പൊക്കി, മറ്റേതിനകത്ത് പൊക്കി അവർ ഇവിടെ അങ്ങ് പോവുകയും ചെയ്തു. കമ്പനി കൊടുത്ത് ശരിയാക്കാനായിട്ട് പോയി. ഈ വീട്ടിൽ ആളില്ലായിരുന്നു. അപ്പം അവരുടെ അവരെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചു. അപ്പോഴവർ അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നോക്കി. പിന്നെ ടാറ്റയുടെ വണ്ടിയാണ്, ഒരു ക്രീം കളർ വണ്ടിയാണ്. നമ്പർ കിട്ടിയിട്ടില്ല. കാർ നിയന്ത്രണം വിട്ട് മതിലിൽ പാഞ്ഞു കയറിയത് അയൽവാസിയായ തമ്പിയാണ് കണ്ടത്. ഈ വിവരം സുധാകുമാരിയുടെ ബന്ധുവിനെ അറിയിക്കുകയായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ വന്ന് നമ്മൾ കണ്ടു. നോക്കിയപ്പോൾ ഇങ്ങനെ എത്ര പൊളിഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ വരുന്ന ഇവിടെ നിന്ന് റിക്കവറി വാഹനം വെച്ചുകൊണ്ട് ആ വണ്ടി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ബാക്കിയുള്ളത്. അപ്പോൾ ഈ പരിസരവാസത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടൊന്നും ഇല്ല. അപ്പോൾ തമ്പിയണ്ണ അപ്പുറത്തുണ്ടായിരുന്നു. തമ്പിയണ്ണ സംസാരിച്ചല്ലോ. തമ്പിയണ്ണൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് കണ്ടു. പിന്നെ ഞങ്ങൾ 2-3 പേര് വന്നു. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സഹിതം ഇവിടെ വന്നു. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റെ വണ്ടിയിലാണ് നമ്മൾ വന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് ആളിനെ ഇവിടെ കോളറ ഭാഗത്തു നിന്നോ കീഴ്ട്ടുമുക്കിലാണോ എന്നാണ് പറയുന്നത്. ആളിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇവരെ വണ്ടിയുണ്ട് ഉള്ള കാര്യങ്ങളാണ്. മതിലിൽ പാഞ്ഞു കയറിയ കാർ പിന്നീട് റിക്കവറി വാഹനം എത്തിയാണ് സംഭവ സ്ഥലത്തു നിന്നും കൊണ്ടുപോയത്. കാറിൽ 4 യുവാക്കൾ ഉണ്ടായിരുന്നെന്നും ഇവർ ആരാണെന്ന് അറിയില്ലെന്നും സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകുവാനും തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യം ശേഖരിച്ച് കാറിന്റെ ഉടമയെ കണ്ടെത്തി മതിലിനുണ്ടായ നാശനഷ്ടം ഈടാക്കാനുമാണ് തീരുമാനമെന്ന് സുധാകുമാരിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ്. അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.